Hello guys, welcome to our channel. ഹലോ ഗൈസ്, ഇന്ന് അവർ സ്റ്റോറി അൺഫോൾഡ്സിൽ ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ഒരു ദിവസത്തെ കുറെ നല്ല ക്യൂട്ട് മെമ്മറീസ് ഞാൻ ക്യാപ്ചർ ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുകയാണ്. അപ്പം ദാ ഈ ഇറങ്ങി വരുന്നതാണ് എൻ്റെ സ്വന്തം ബ്രദർ, ഞങ്ങളുടെ പൊന്നാങ്ങള. ചേട്ടൻ വർക്കിൻ്റെ ഭാഗമായിട്ട് കാലിക്കറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് തലേന്ന് തന്നെ വീട്ടിലേക്ക് എത്തി. ചേട്ടൻ വീട്ടിലേക്ക് നേരിട്ട് വന്നോളാന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാപ്പ വിട്ടില്ല, നേരെ ഇടയ്ക്കരെ പോയി പിക്ക് ചെയ്തുകൊണ്ട് പോന്നു. പിറ്റേന്ന് വെളുപ്പിനെ ഞങ്ങൾ നേരെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളവരെ ഇവിടെ നിന്നാണ് പിക്ക് ചെയ്യേണ്ടത്. വെളുപ്പിനെ വന്നെങ്കിലും നമ്മുടെ രാജ്യറാണി ഇന്ന് വളരെ ലേറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ പാളത്തിൽ മരമൊക്കെ വീണിട്ട് ട്രെയിൻ കുറച്ചേറെ സമയം ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിങ്ങനെ ഇരുന്നു. വെളുപ്പിനെ വന്നതാണ്, ഒരുപാട് സമയത്തിന് ശേഷമാണ് നമ്മുടെ ട്രെയിൻ എത്തുന്നത്. ട്രെയിൻ അടുത്ത് വരുന്തോറും എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂടി വന്നു. എനിക്ക് നമ്മുടെ ലൈഫിൽ ഇത്ര നല്ല നല്ല മൊമെൻറ്റ്സൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാനും അതിങ്ങനെ പിന്നീട് ഇരുന്ന് കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ട്രെയിനിൽ ഇപ്പോൾ വരാൻ പോകുന്നത് എൻ്റെ ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ്, ചേച്ചിയുടെ കുഞ്ഞ്, എൻ്റെ ബ്രദറിൻ്റെ വൈഫ്, മക്കൾ. അപ്പോൾ ഗൈസ് എല്ലാവരും വന്നു കേട്ടോ. ചെറിയ മഴയുണ്ടായിരുന്നു, എന്നിട്ടും പാപ്പു എനിക്ക് വേണ്ടി വീഡിയോസൊക്കെ എടുത്തു തന്നു. ട്രെയിൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ചായ കുടിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ചായയും സ്നാക്സൊക്കെ കഴിച്ചു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുട്ടിപ്പട്ടാളമായിട്ടുള്ള ട്രെയിനിലെ സാഹസിക യാത്രകളെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ചോദിച്ചറിയായിരുന്നു കേട്ടോ. അതും നമ്മൾ നേരെ വീട്ടിലെത്തി. പിന്നെ പിള്ളേരായി അവരുടെ ലോകമായി. പാച്ചുത എല്ലാവരുടെയും ബഹളം കേട്ട് എഴുന്നേറ്റ് വന്നതാണ് കേട്ടോ. എല്ലാവരെയും കണ്ടപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി. ഈ കുഞ്ഞ് ബേബിയാണ് ഞങ്ങളുടെ ആദ്യ ബേബി. ഇതെൻ്റെ ചേച്ചിയുടെ കുഞ്ഞാണ് കേട്ടോ. എൻ്റെ ചേച്ചി ന്യൂസിലാൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ചേച്ചി ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽഡാണ്. ഈ കുഞ്ഞതിഥി ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വന്നതിന് ശേഷം അവനെ ഞങ്ങളെല്ലാവരും നേരിട്ട് കാണുന്നത് ഈ വരവിലാണ്. ന്യൂസിലാൻഡിലേക്ക് പോയതിന് ശേഷം ഒരു 3-3.5 വർഷത്തിന് ശേഷമാണ് ചേച്ചി നാട്ടിലെത്തുന്നത്. സോ ഇത്രയും കാലത്തിന് ശേഷമാണ് ഞങ്ങളൊക്കെ തമ്മിൽ നേരിട്ട് കാണുന്നത്. പെൺകുട്ടികൾ രണ്ടാളും എൻ്റെ ചേട്ടൻ്റെ മക്കളാണ് കേട്ടോ ഗൈസ്. തേജസ്വിനി, ശ്രേയസ്വിനി. അവർക്കും ഉണ്ട് ഒരു ചെറിയ യൂട്യൂബ് ചാനൽ. സിസ്റ്റർലി ടോക്സ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. നമ്മുടെ മക്കളുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളുടെ മക്കൾ 4 പേരും കൂടെയുള്ള ഫസ്റ്റ് ഗെറ്റ് ടുഗദർ ആയിരുന്നു ഇത് കേട്ടോ. എല്ലാവരെയും കൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്നിച്ച് കിട്ടിയത്. അതവർ മാക്സിമം എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ വീട് മുഴുവനും നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കളിയും ചിരിയും കരച്ചിലും ഒക്കെ ആയിരുന്നു കേട്ടോ. എന്താ പറയുക, ആകെ മൊത്തം ഒരു ബഹളം. ഈ കാക്കക്കുട്ടി കല്ലെറിഞ്ഞതുപോലെ. ഞങ്ങളുടെ മക്കളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നത് കണ്ടപ്പം എനിക്ക് എൻ്റെ ചേട്ടനും ചേച്ചിയുമായിട്ടുള്ള ആ പഴയ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വന്നു കേട്ടോ ഗൈസ്. സാധാരണ എല്ലാ സഹോദരങ്ങളെയും പോലെ തന്നെ ഞങ്ങളുടെ ഇടയിലും ഈ ഫൈറ്റ്സും ആർഗ്യുമെൻറ്റ്സും ഒക്കെ നടക്കാറുണ്ട് കേട്ടോ. ബട്ട് വി നെവർ സ്റ്റോപ്പ് ലവിങ് ഈച്ച് അതർ ആൻഡ് ഐ ഫീൽ സോ പ്രൗഡ് ടു സേ ദാറ്റ് ഐ ആം ദ യങ്ങർ സിസ്റ്റർ. ഞങ്ങളുടെ ലൈഫിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുള്ളവരാണ് കേട്ടോ എൻ്റെ ഈ സഹോദരങ്ങൾ. And we consider our in-laws like our own siblings. We treat them with the same love and care. അങ്ങനെ പിള്ളേരുടെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഷടപടയെന്ന് റെഡിയായി ചെറിയൊരു ഔട്ടിങ്. നെക്സ്റ്റ് മന്ത് എൻ്റെ ബ്രദർ ഇൻ ലോൻ്റെ സിസ്റ്ററിൻ്റെ മാരേജാണ്. സോ അവളുടെ ഫംഗ്ഷൻ ഇടാനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ നമ്മളിതാ നേരെ നിലമ്പൂർക്ക് വെച്ച് പിടിച്ചു. മഹാറാണി സിൽസിൽ നിന്നായിരുന്നു കേട്ടോ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തത്. ആക്ച്വലി കല്യാണ പർച്ചേസിങ് മാത്രമായിരുന്നില്ല, ഇവരുടെ വക നമുക്ക് 3 ആൾക്കും ഒരു വൻ പർച്ചേസിങ് തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ചേച്ചി. അശ്വതി എന്നാണ് ചേച്ചിയുടെ പേര്. അശ്വതി എന്ന് ഞാൻ വിളിക്കും. ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ് ശ്രീരാജ്, ഞങ്ങളുടെ ശ്രീചേട്ടൻ. ഇത് ഞങ്ങളുടെ ബേബി ആദിദേവ്. അങ്ങനെ ഗൈസ് ഇവരെല്ലാവരും ചേർന്ന് നമുക്കുള്ള ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു. അത് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെല്ലാവരും അതുവഴി ഓടിക്കളിക്കുമായിരുന്നു കേട്ടോ. അവർക്കിത് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരെല്ലാം കൂടെ ചേർന്നാൽ പിന്നെ അവർക്ക് കിട്ടുന്ന സ്ഥലം ഒരു മിനി പാർക്കാക്കി മാറ്റും അവർ. ആദ്യം തന്നെ നമ്മൾ പോയത് ജെൻസിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. അവിടെ പോയി ഏട്ടന് വേണ്ട ഡ്രസ്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി എനിക്ക് വേണ്ടുന്ന ഡ്രസ്സൊക്കെ പോയി പർച്ചേസ് ചെയ്തു. പിന്നെ കിഡ്സിൻ്റെ സെക്ഷനിൽ ചെന്ന് നമ്മുടെ പാച്ചുവിന് വേണ്ട ഡ്രസ്സൊക്കെ എടുത്തു. പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ടയേർഡായതാ ഇവിടെ റെസ്റ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പർച്ചേസിങ്ങിനിടയിൽ നടന്ന കുറേ തമാശകളൊക്കെ പറയുമായിരുന്നു. അത് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെല്ലാവരും കൂടെ തൊട്ടടുത്തൊരു ഫാൻസി സെക്ഷൻ ഉണ്ട്, അവിടേക്ക് പോയിട്ടോ. നമ്മുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം ഏതാണ്ട് 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മക്കളെല്ലാവരും വിശക്കുന്നൊന്നും പറഞ്ഞതാ ടയേർഡായി ഇവിടെ വന്നിരിക്കുകയാണേ. അപ്പോഴാണ് കേട്ടോ എല്ലാവരും ഹാൻഡ് ബാഗിൻ്റെ സെക്ഷൻ കണ്ടത്. പിന്നെ 3 ആളും കൂടെ നേരെ അങ്ങോട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ബ്രദർ അഖിൽ എന്നാണ് കേട്ടോ ചേട്ടൻ്റെ പേര്. ചേട്ടനൊരു മെഡിക്കൽ റെപ്പാണ്. ഇതെൻ്റെ സിസ്റ്റർ ഇൻ ലോ, ഞങ്ങളുടെ ചിഞ്ചി ചേച്ചി. ചേച്ചി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു.
രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പം സമയം ഒരുപാടായി. പിന്നെ ചേട്ടനും ചേച്ചിയും ബില്ലൊക്കെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇറങ്ങുകയാണേ. ചേട്ടനും ചേച്ചിയും കൂടി നമുക്ക് 3 ആൾക്കും ഒരു വൻ പർച്ചേസിംഗ് തന്നെ നടത്തിയിട്ടുണ്ട് കേട്ടോ. സമയം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും നല്ല വിശന്നിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിച്ചു. ആൻഡ് വി ഹാഡ് എൻ ഓസം ലഞ്ച്. ഇതിനിടയിൽ ചേട്ടനും ചേച്ചിയും ഏട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കുള്ള ഫുഡ് പാഴ്സൽ വാങ്ങാനും മറന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണേ. ഇന്ന് വൈകിട്ടത്തെ ട്രെയിൻ തന്നെ ഇവർക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളെക്കാളും നമ്മുടെ മക്കളെല്ലാവരും ടയേർഡായിട്ടിരിക്കുകയാണ്. അങ്ങനെ വി ഹാഡ് എ ലവ്ലി ടൈം ടുഗെദർ. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഡിന്നറൊക്കെ അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഗൈസ് അവരെല്ലാവരും പോവുകയാണ്. നമ്മൾ വീണ്ടും നിലമ്പൂരേക്ക് എത്തി. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലീസ് തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഫിസിക്കലി പ്രസൻ്റ് ആവാൻ എൻ്റെ ഫാമിലിക്ക് കഴിയാറില്ല കേട്ടോ. എങ്കിലും മെൻ്റലി, ഇമോഷണലി ആൻഡ് ഫിനാൻഷ്യലി ദേ ആർ ഓൾവേസ് വിത്ത് us. അപ്പോൾ ഗൈസ് സമയം ഏതാണ്ട് 9:30 ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും രാജറാണി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എൻ്റെ ചേട്ടന്മാർ രണ്ടാളുടെയും കമ്പാർട്ട്മെൻറ്റ് കുറച്ച് മുമ്പിലായതുകൊണ്ട് അവർ രണ്ടാളും മുമ്പിലേക്ക് പോയി നിൽപ്പുണ്ടേ. അപ്പോൾ ഗൈസ് ഞങ്ങൾ അവരെല്ലാവരെയും ട്രെയിൻ കയറ്റി വിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.